നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം കേരളത്തിൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും നേടിയതിനു ശേഷം മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി AICC 2 നിരീക്ഷകന്മാരെ കേരളത്തിലേക്ക് അയച്ചു. മുകുൾ വാസ്നിക്കും അജയ് മാക്കാനും. മുകുൾ വാസ്നിക്ക് നേരത്തെ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിയാണ് AICCയുടെ. അദ്ദേഹത്തിന് കേരളത്തിന്റെ പൊളിറ്റിക്സ് അറിയാം. അജയ് മാക്കാനും കേരളത്തിന്റെ രാഷ്ട്രീയമായി കൃത്യമായി ബന്ധമുള്ള 2 വ്യക്തിത്വങ്ങളാണ്. അവർ MLA-മാരെ കേൾക്കുന്നു. അതിനുശേഷം ഞായറാഴ്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പേരുകളാണ് പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുന്നത്. ഒന്ന് KC വേണുഗോപാൽ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. 2 മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 3 ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ. ഇതിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് MLA-മാരുടെ പിന്തുണ കൂടുതൽ KC-ക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ധാർമ്മികമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിപ്പെടേണ്ട വ്യക്തിപരമായി എന്റെ അഭിപ്രായം അത് രമേശ് ചെന്നിത്തലയാണെന്നാണ്. കാരണം 2021 കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായപ്പോൾ ഭൂരിപക്ഷം MLA-മാരും പ്രതിപക്ഷ നേതാവാക്കി ഉയർത്തി കാണിച്ചത് രമേശ് ചെന്നിത്തലയെ തന്നെയായിരുന്നു. കാരണം 2016-21 കാലയളവിൽ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തിരുന്ന് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ശ്രദ്ധേയമായിരുന്നു. അതുമാത്രമല്ല, അന്നത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് ഭരണം നഷ്ടമാകുന്നതും വീണ്ടും ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അന്ന് ഐശ്വര്യനായ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അന്ന് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞത്. എന്നാൽ AICC രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. എന്നാൽ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മാധ്യമങ്ങളോട് പോലും പാർട്ടിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാതെ AICC തീരുമാനിച്ച കാര്യം ശിരസ വഹിച്ച നേതാവാണ് രമേശ് ചെന്നിത്തല. സ്വാഭാവികമായി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതേപോലെ തന്നെ VD സതീശൻ തകർന്ന് തരിപ്പണമായ കോൺഗ്രസിനെ VD സതീശൻ നയിച്ചിട്ടുണ്ട്. VD സതീശന്റെ പോരാട്ടം എല്ലാം നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന രൂപത്തിൽ സഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം നടത്തിയ പോരാട്ടമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് നൽകിയാൽ VD സതീശൻ കാര്യമായ പ്രതിഷേധങ്ങൾക്കൊന്നും മുതിരില്ല എന്നാണ്. പക്ഷേ AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആലപ്പുഴ MP ആയ KC വേണുഗോപാൽ മത്സരിക്കാൻ വന്നാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരരംഗത്തേക്ക് എത്തിയത് മുതൽ VD-ക്കും അതോടൊപ്പം തന്നെ RC-ക്കും രമേശ് ചെന്നിത്തലയ്ക്കും എല്ലാം വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് നമുക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്ത് തന്നെയായാലും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുന്നു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഇതിൽ ഈ 3 ആളുകളുടെ പേരെടുത്ത് പരിശോധിച്ചാൽ വ്യക്തിപരമായി താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ? ചേട്ടാ, വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഇനിയിപ്പോ KC വേണുഗോപാൽ 6 മാസം മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ 6 മാസത്തിനകം മറ്റൊരു സ്ഥലത്ത് നിന്ന് മത്സരിക്കുകയും അതെനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ അത്രയും ഉറച്ച ഏതെങ്കിലും ഒരു കോട്ടയിൽ നിന്ന് വേണം മത്സരിച്ച് വിജയിക്കണം. ഇതിനു മുൻപും കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ പലരും മത്സരിക്കാത്ത ആന്റണി അടക്കം നയനാരടക്കം പിന്നീട് മത്സരിച്ച് മന്ത്രിയായിട്ടുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവുകയും അങ്ങനെ ഒരു സാധാരണ ഒരു കീഴ്വഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനത്ര കുറ്റം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്. ആന്റണി മുഖ്യമന്ത്രി ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയായിരുന്നു. അല്ല, ഇതിപ്പോ ഹൈക്കമാൻഡിന്റെ തീരുമാനമുണ്ടല്ലോ. MP-മാർ ആരും മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം നിൽക്കവേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണമെന്നൊരു ചോദ്യമുണ്ട്. പിന്നെ 2 തെരഞ്ഞെടുപ്പ് വരും. ആലപ്പുഴ ഉപതെരഞ്ഞെടുപ്പും പിന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് രാജിവെച്ച് ഒരാൾ രാജിവെക്കുമ്പോൾ അവിടെ മത്സരിക്കേണ്ടി വരുമല്ലോ. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അങ്ങനെ 2 തെരഞ്ഞെടുപ്പിനെ കേരളം നേരിടേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം. ഇവിടെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. ഇപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ കോൺഗ്രസിൽ യോഗ്യരായ ആരും ഇല്ല എങ്കിലാണ് ഒരു MP രാജിവെച്ച് മുഖ്യമന്ത്രിയായി വരേണ്ടെന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ പരിഗണിക്കണം. അല്ലെങ്കിൽ KC വേണുഗോപാൽ പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കുന്നത് KC വേണുഗോപാൽ ആയിരിക്കും മുഖ്യമന്ത്രി. കാര്യം ഹൈക്കമാൻഡുമായി ഏറ്റവും അടുപ്പമുള്ള ആൾ KC വേണുഗോപാലാണ്. പിന്നെ ഇപ്പൊ പറയുന്നത് എനിക്കൊപ്പം ഇത്ര MLA-മാരുണ്ടെന്ന് 3 പേരും വാദിക്കുന്നുണ്ട്. VD സതീശൻ വാദിക്കുന്നുണ്ട്, KC വേണുഗോപാൽ വാദിക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തല വാദിക്കുന്നുണ്ട്. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. 2-ാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ രമേശ് ചെന്നിത്തല തന്നെ തുടരണമെന്നായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു പിന്തുണ. എന്നിട്ട് പോലും അന്ന് ഈ പറയുന്ന MLA-മാരുടെ അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെ മാറ്റിയത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വളരെ മോശം അല്ലെങ്കിൽ പാർട്ടിയെ താറടിക്കുന്ന ഒരു വാക്ക് പോലും അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. പരാജയം അല്ലെങ്കിൽ താൻ ഏറ്റെടുക്കുന്നു, പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്ന നിലപാടായിരുന്നു അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി അടക്കം രമേശ് ചെന്നിത്തലയുടെ പേര് പറയുമ്പോഴും ഹൈക്കമാൻഡ് തീരുമാനിച്ച മറ്റൊരു വ്യക്തിയായിരുന്നു VD സതീശനാണ്. അപ്പൊ VD സതീശൻ കഴിഞ്ഞ 5 വർഷം നന്നായി പണിയെടുത്തിട്ടുണ്ട്, ഇല്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഈ വിജയത്തിൽ VD സതീശന് വ്യക്തമായ പങ്കുണ്ട് എല്ലാ കാര്യത്തിലും. അല്ലെങ്കിൽ VD സതീശൻ പറയുന്ന കണക്കുകളെല്ലാം കൃത്യമായിരുന്നു. VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയുടെ നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്ക് പാർട്ടിയെ തിരികെ കൊണ്ടുവരാൻ നന്നായി പണിയെടുത്ത ആൾ തന്നെയാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ ഞാൻ KC വേണുഗോപാലിനെ മാറ്റി നിർത്തി ഇനി VD സതീശനെ രമേശ് ചെന്നിത്തല പരിഗണിക്കുകയാണെങ്കിൽ
ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രണ്ട് പേരുകളായിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയം ഇത്രത്തോളം അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഇത്രത്തോളം കലങ്ങി മറിയില്ലായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. രമേശ് ചെന്നിത്തലയാണ് സീനിയർ നേതാവ്, സീനിയോറിറ്റി വെച്ചും പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയെ രമേശ് ചെന്നിത്തലയെ നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ രമേശ് ചെന്നിത്തലയെ പ്രഖ്യാപിച്ചുകൊണ്ട് വി.ഡി. സതീശന് ആഭ്യന്തര വകുപ്പ് നൽകുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു, വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമാണ് ഇതിൽ യോഗ്യർ എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കെ.സി. വേണുഗോപാലിന്റെ പേര് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കീഴ്വഴക്കം ഹൈക്കമാൻഡ് ആയിരിക്കും തീരുമാനിക്കുക ആരാണ് മുഖ്യമന്ത്രി. അത് MLA-മാരുടെ വിജയിച്ചു വന്ന MLA-മാരുടെ കൂടെ അഭിപ്രായത്തിനെ മാനിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഇല്ലാത്തൊരു സിസ്റ്റമാണ്. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത് ഏത് മുന്നണിയാണോ അധികാരത്തിൽ വരുന്നത് അതിന്റെ അകത്തുള്ള ഏറ്റവും അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ അതിന്റെ അകത്ത് ഏറ്റവും ശക്തമായ പാർട്ടിയിൽ നിന്ന് MLA-മാരാണ് തെരഞ്ഞെടുക്കുക. അല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ഈ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നത് കൊണ്ട് വി.ഡി. സതീശൻ നയിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കുന്ന PR ടീമുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട്, സോഷ്യൽ മീഡിയ അടക്കമുണ്ട്. അത് കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം സോഷ്യൽ മീഡിയയിൽ ഈ 3 പേർക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ജനങ്ങളുടെ ഇഷ്ടം ഈ ആളാണ്, അതാരും ആകട്ടെ, ഇപ്പൊ വി.ഡി. സതീശനാകട്ടെ, കെ.സി. വേണുഗോപാൽ ആകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, ഇവരാണ് എന്നുള്ള ഒരു കാര്യം ആവർത്തിക്കുകയും അതിന് വിപരീതമായി അല്ലെങ്കിൽ ആ ആളെ ഹൈക്കമാൻഡ് ആക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് പാർട്ടിയെ ബാധിക്കും, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ബാധിക്കും എന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇനി ആദ്യം കുറെ നാൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നത് 3 ചേരിയായി തിരിഞ്ഞ് സൈബർ ഇടങ്ങളിലായിരുന്നുവെങ്കിൽ അത് ഹൈക്കമാൻഡിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ MLA-മാരുടെ പേര് അല്ലെങ്കിൽ MLA-മാർ പറയുന്ന പേര് പരിഗണിച്ചുകൊണ്ടായിരിക്കുമോ ഹൈക്കമാൻഡ് ഒരു നിലപാടെടുക്കുന്നതെങ്കിൽ ഉറപ്പായും രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റുമ്പോൾ ഇത്തരം MLA-മാരുടെ അഭിപ്രായം കേട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഉത്തരം പറയാൻ ഹൈക്കമാൻഡിന് കഴിയണമെന്നില്ല. അതുപോലെ തന്നെ MLA-മാർ എനിക്ക് തോന്നുന്നു കൂടുതൽ MLA-മാരും കെ.സി. വേണുഗോപാലിനൊപ്പം ആയിരിക്കും ഉള്ളത്. അപ്പൊ 2 തെരഞ്ഞെടുപ്പിനെ കേരളം നേരിടേണ്ടി വരുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കില്ലേ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക? തീർച്ചയായും ഹൈക്കമാൻഡ് ഇത്തരം പല കാര്യങ്ങൾ പരിഗണിക്കാറുണ്ട്. MLA-മാരുടെ പിന്തുണ കൂടുതൽ ഉള്ളത് കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നയിച്ചവരെ മുഖ്യമന്ത്രിയാക്കാത്ത ചരിത്രം കോൺഗ്രസിനുണ്ട്. കാരണം തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ 2023 നടന്ന തെരഞ്ഞെടുപ്പിൽ മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും കോൺഗ്രസിനെ കർണാടക രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് PCC അധ്യക്ഷനായ D.K. ശിവകുമാറാണ്. എന്നാൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയത് സിദ്ധരാമയ്യാണ്. കാരണം D.K. ശിവകുമാറിന്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് നഗരമേഖലകളിലാണ്, അല്ലെങ്കിൽ ഈ കർഷകരും ഗ്രാമീണരും ഉൾപ്പെടെയുള്ള സാധാരണ പ്രവർത്തകരുമായി ആത്മബന്ധമുള്ള നേതാവ് സിദ്ധരാമയ്യാണ്. കാരണം കർണാടക രാഷ്ട്രീയത്തിലെ ഉമ്മൻചാണ്ടിയാണ് സിദ്ധരാമയ്യ. അതുകൊണ്ട് MLA-മാർ കൂടുതൽ ആളുകൾ സിദ്ധരാമയ്യക്കൊപ്പം നിൽക്കുകയും തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നയിച്ച D.K. ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുകയും ചെയ്ത ഒരു തീരുമാനമാണ് അവിടെ കർണാടകയിൽ ഉണ്ടായത്. 2018 മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ തെരഞ്ഞെടുപ്പിനെ നയിച്ചു, അവിടെ മുഖ്യമന്ത്രിയായി വന്നത് മറ്റൊരാളാണ്. 2018 തന്നെ രാജസ്ഥാനിൽ കോൺഗ്രസിനെ സച്ചിൻ പൈലറ്റ് നയിച്ചു, മുഖ്യമന്ത്രിയായി വന്നത് മറ്റൊരാളാണ്. ഹിമാചൽ പ്രദേശിൽ വീരഭദ്ര സിംഗിന്റെ ഭാര്യ തെരഞ്ഞെടുപ്പിനെ നയിച്ചു, മുഖ്യമന്ത്രിയായി വന്നത് മറ്റൊരാളാണ്. ഇങ്ങനെ നിരവധിയായ സംസ്ഥാനങ്ങളിൽ MLA-മാരുടെ പിന്തുണയ്ക്കനുസരിച്ച് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ച ചരിത്രം കോൺഗ്രസിനുണ്ട്. അന്തിമ വാക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ അതിന് എതിർവാക്കുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ നീതിയുക്തമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാകണം. അത് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാണെങ്കിൽ അത് നീതിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. വി.ഡി. സതീശന് അനുകൂലമാണെങ്കിലും അത് നീതിയാണെന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം വി.ഡിയും രമേശും ഒരു അണ്ടർസ്റ്റാൻഡിംഗിന് തയ്യാറാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ നല്ലൊരു സുപ്രധാന വകുപ്പ് നൽകിയാൽ വി.ഡി. സതീശൻ അത് അംഗീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതിനിർണായകമാവുക. ഞായറാഴ്ച മുഖ്യമന്ത്രി ആരാണെന്ന് അറിയുമ്പോൾ ഒരു പക്ഷേ പ്രവർത്തകർ തെരുവിലിറങ്ങാനുള്ള സാധ്യത, പ്രവർത്തകരുടെ വികാരത്തിനപ്പുറത്തേക്കുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ AICC പ്രഖ്യാപിക്കുകയാണെങ്കിൽ പ്രവർത്തകർ തെരുവിലിറങ്ങാനുള്ള സാധ്യത ഞാൻ കാണുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ പ്രവർത്തകർ തെരുവിലിറങ്ങുന്നതിനപ്പുറം കെ.സി. വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രി ആക്കുന്നതെങ്കിൽ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞാലും ഞെട്ടേണ്ടതില്ലല്ലോ. തീർച്ചയായും അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വി.ഡി. സതീശൻ എന്തായാലും മന്ത്രിസഭയിലേക്ക് ഉണ്ടാവില്ല. സമാന നിലപാട് തന്നെയായിരിക്കും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാൽ സ്വീകരിക്കും എന്നാണ് ലഭ്യമാകുന്ന നമുക്ക് വി.ഡിയോടും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയോടും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.